ഗ്യാരണ്ടി 6000 രൂപ നേരിട്ട് എത്തിക്കല്ലേ, നല്ല കാര്യം. പക്ഷേ തീർച്ചയായും വസന്ത് ഒരു നിമിഷം തുടരുക. ഇപ്പോൾ ശ്രീ അബ്ദുൾ നാസർ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹം ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടിയാണ്. ശ്രീ അബ്ദുൾ നാസർ, ഈ ഒരു ബജറ്റ് അവതരണത്തിന് തൊട്ട് മുമ്പ് വരെ നികുതി ഘടനയിലേക്ക് വലിയ രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും, അനുകൂലമായിട്ടുള്ള ചില മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ആ നിലയ്ക്കുള്ള ഒരു തരത്തിലുള്ള ഇടപെടലുകളും പ്രഖ്യാപനങ്ങളും ഉണ്ടായിട്ടില്ല. എങ്ങനെയാണ് അങ്ങ് ഈ ഒരു ബജറ്റിനെ കാണുന്നത്? സ്വർണ്ണ വ്യാപാര മേഖല വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ബഡ്ജറ്റിനെ കാത്തിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് ഒരു നിരാശാജനകമായിട്ടാണ് സ്വർണ്ണ വ്യാപാര മേഖലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ കഴിയുന്നത്. ഇറക്കുമതി ചുങ്കം 15% ഇപ്പോൾ നിലനിൽക്കുന്നത്. അത് ഒരു 10%-ലെങ്കിലും കുറയ്ക്കുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു സ്വർണ്ണ മേഖലയ്ക്ക് ഉണ്ടായിരുന്നത്. അത് ഒരു തരത്തിലും നികുതി ഘടനയിൽ യാതൊരു മാറ്റവുമില്ല എന്നുള്ളതാണ് ധനമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അത് സ്വർണ്ണ വ്യാപാര മേഖലയെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം ബുദ്ധിമുട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം കള്ളക്കടത്ത് ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. വലിയ തോതിൽ കള്ളക്കടത്ത് നടന്നു. 1 കിലോ സ്വർണം കള്ളക്കടത്തായി കൊണ്ടുവരുമ്പോൾ ഏതാണ്ട് 9 ലക്ഷം രൂപയുടെ ലാഭം കിട്ടുന്ന ഒരു വലിയ ബിസിനസ്സായി, വലിയ റാക്കറ്റ് ബിസിനസ്സായി വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇത് നമ്മുടെ സമൂഹത്തെ തന്നെ ബാധിക്കുന്ന ഒരു വലിയ ശൃംഖലയായി ഇത് മാറിക്കഴിഞ്ഞു. പണ്ട് ഹാജി മസ്താനോ അല്ലെങ്കിൽ ദാവൂദ് ഇബ്രാഹിമിനെ കൂട്ടുള്ളവരായിരുന്നു കള്ളക്കടത്ത്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ എമ്പാടും കള്ളക്കടത്ത് ലോബി വളരെ സജീവമായി മുന്നോട്ട് നീങ്ങുന്നു. ഇത് നമ്മുടെ സാമൂഹ്യ ഘടനയ്ക്ക് തന്നെ ഇതൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്നു. ഇതാണ് ഈ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് സ്വർണം ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത്. ഒരു അനാകർഷകമാക്കിയായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളില്ലായിരുന്നു. പക്ഷെ ഗവൺമെന്റ് യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. തെരഞ്ഞെടുപ്പ് വർഷമായപ്പോൾ തീർച്ചയായും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു, പക്ഷെ അതും നടന്നില്ല. അതുപോലെ തന്നെ ഒട്ടനവധി ആവശ്യങ്ങൾ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. EMI ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പാൻ കാർഡിന്റെ പരിധി 2 ലക്ഷം രൂപയിൽ നിന്ന് 5 ലക്ഷം രൂപയാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്വർണ്ണ ബാങ്കുകളിൽ നിന്ന് ചെറുകിട വ്യാപാരികളെയും ചെറുകിട കയറ്റുമതിക്കാരെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി 250 ഗ്രാം ഏറ്റവും കുറഞ്ഞ സ്വർണമായി ബാങ്കുകളിൽ നിന്ന് കൊടുക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ഗവൺമെന്റ് പരിഗണിച്ചിട്ടില്ല. അപ്പൊ സ്വർണ്ണ മേഖലയെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ടാണ് ഈ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് വളരെ നിരാശാജനകമായി പോയി. സ്വർണ്ണ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് രാഷ്ട്രീയമോ മറ്റു കാര്യങ്ങളോ ഇല്ല. പക്ഷേ സ്വർണ്ണ മേഖലയെ നികുതി ഈ വളരെ കുറവാണെന്നാണ് കേന്ദ്ര ഗവൺമെന്റ് ആയിരുന്നാലും കേരള ഗവൺമെന്റ് ആയിരുന്നാലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നികുതി ചോർച്ച ഒട്ടുമില്ല. കാര്യം അനധികൃത മേഖല തഴച്ചു വളരുന്നതിനാൽ കള്ളക്കടത്ത് സ്വർണം സമാന്തര സ്വർണ്ണ വ്യാപാര മേഖല സൃഷ്ടിച്ചതിനാൽ നികുതി ഘടനയിൽ വളരെ കുറവായിട്ടാണ് സർക്കാരിന് അനുഭവപ്പെടുന്നത്. പക്ഷേ പരമ്പരാഗത സ്വർണ്ണ വ്യാപാര മേഖലയിൽ നിന്നും ഒരു തരത്തിലുള്ള നികുതി ചോർച്ചയും ഇല്ല എന്ന് പറയുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കും. തീർച്ചയായും ഇനിയിപ്പോൾ അടുത്ത സർക്കാർ വരുമ്പോൾ പുതിയ ബജറ്റ് അവതരിപ്പിക്കും. അതിലെങ്കിലും അനുകൂലമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? ഇതൊരു ഇടക്കാല ബജറ്റാണ്. പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇതേ പ്രതീക്ഷ തന്നെ വെച്ച്